ഒന്നാമത്തെ നിന്യനായ മനുഷ്യനാരാ? അത് അഹങ്കരിച്ച് നടക്കുന്നവനാണ്, അഹങ്കാരത്തോടെ നടക്കുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഹങ്കാരമുള്ള മനുഷ്യനുണ്ടല്ലോ, അഹങ്കാരികളായ മനുഷ്യരുണ്ടല്ലോ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ അഹങ്കാരികളെ പോലെ നടന്നവരുണ്ടല്ലോ, ഇവരെയാണ് നാളെ അല്ലാഹു പരലോകത്തേക്ക് ഒന്നാമതായി കൊണ്ടുവരുന്നത്. ഏത് രൂപത്തിലാ കൊണ്ടുവരുന്നത്? പ്രപഞ്ചവനെ ഞാൻ വലിയവനാണ് എന്നെ കാണുമ്പോ എല്ലാവരും ബഹുമാനിക്കണം, ആദരിക്കണം, എഴുന്നേറ്റ് നിൽക്കണം. മറ്റുള്ളവരെ പുച്ഛമാടോ, പാവപ്പെട്ടവനെ പരിഹസിക്കുകയാണ്. ഇതുപോലെ നടക്കുന്നവരുണ്ടല്ലോ. എല്ലാവരുടെ മുന്നിൽ വലിയവനാകാൻ ലക്ഷങ്ങൾ വാരിയെറിയുന്നവരുണ്ടല്ലോ, സ്വന്തമായിട്ട് ഫ്ലക്സ് വെക്കുന്നവരുണ്ടല്ലോ, ജനങ്ങളെ കാണാൻ വേണ്ടി വാരിക്കോരി കൊടുക്കുന്നവരുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, എല്ലാവരുടെ മുമ്പിൽ വലിയവനാണെന്ന ധാരണയിൽ അഹങ്കരിച്ച് നടന്നവനെ അല്ലാഹു പരലോകത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയെന്നറിയുമോ? അംസാലു ബിർരി നിബിധങ്ങളെ പറയുകയാ, ഏത് രൂപത്തിലാണ് അല്ലാഹു അവനെ കൊണ്ടുവരുന്നതെന്നറിയോ? മോനെ, ചെറിയ ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടല്ലോ, അതാ കറുത്ത ചെറിയ ഉറുമ്പുണ്ടല്ലോ, ആ ഉറുമ്പിനെ പോലെ അല്ലാഹു അവനെ എന്ന് ചെറുതാക്കുകയാണ്. ഉറുമ്പിന്റെ രൂപത്തിൽ നീ ആരുമല്ലടാ, ദുനിയാവിന് വലിയവനാണെന്ന് പറഞ്ഞു നടന്നവനെ, നീ ഇന്നത്തെ ദിവസം ആരുമല്ലടാ, ഉറുമ്പിന്റെ പ്രിയമുള്ള ഒരു മനുഷ്യനാക്കി നാളെ നാണം കെടുത്തിയിട്ട് അല്ലാഹു നാളെ അവനെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ